എയർ വൺ ട്രാവൽ വൈബിലേക്ക് സ്വാഗതം. യുനെസ്കോയുടെ ലോക പൈതൃക സ്മാരകങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ച മഹാബലിപുരത്തെ വിശേഷങ്ങൾ കാണാം. യുനെസ്കോയുടെ ലോക പൈതൃക സ്മാരകങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ച പ്രദേശമാണ് മഹാബലിപുരം. തമിഴ്നാട്ടിലെ കാഞ്ചീപുരം ജില്ലയിലെ അതിപുരാതനമായ ഒരു തുറമുഖ നഗരം. മാമല്ലപുരം എന്നും അറിയപ്പെടുന്നു. സമുദ്രനിരപ്പിൽ നിന്നും 12 മീറ്ററുകളോളം ഏകദേശം 39 അടി ഉയരത്തിലാണ് മഹാബലിപുരം സ്ഥിതി ചെയ്യുന്നത്. ഏഴാം നൂറ്റാണ്ടിൽ തെക്കൻ ഭാരതത്തിലെ പല്ലവ രാജവംശത്തിലെ രാജാക്കന്മാരാണ് ഇന്ന് തമിഴ്നാടിന്റെ തലസ്ഥാനമായ ചെന്നൈ നഗരത്തിന് 60 കിലോമീറ്റർ തെക്കുള്ള ഈ നഗരം രൂപപ്പെടുത്തിയത് എന്നാണ് ചരിത്രം. പല്ലവ രാജാവായിരുന്ന മാമല്ലന്റെ പേരിലാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. ഇവിടുത്തെ ചരിത്ര സ്മാരകങ്ങളെല്ലാം 7-ാം നൂറ്റാണ്ടിനും 9-ാം നൂറ്റാണ്ടിനും ഇടയ്ക്ക് നിർമ്മിച്ചവയായാണ് രേഖകളിലുള്ളത്. It's my third time in Mahabalipuram. Mahabalipuram is amazing. Beautiful, beach, wonderful temples. So I love it. ഈ കടല് പിൻവലിഞ്ഞ ഒരു പ്രദേശമാണ്. അതായത് ഈ ഭാഗത്തെല്ലാം കടൽ മൂടി കിടന്നിരുന്ന ഈ ഭാഗത്ത് ഉയർന്നു വന്ന ഒരു ഒറ്റ കല്ലിൽ നിന്ന് കൊത്തിയെടുത്തതാണ് ഈ മഹാബലിപുരം എന്ന് പറയുന്ന ഈ ഒരു രൂപം മുഴുവൻ. അതായത് വലിയൊരു പാറ കടഞ്ഞിട്ട് ഇതിൽ ഉണ്ടാക്കിയതാണ് ഈ ശില്പി. ഇപ്പോൾ പ്രത്യേകമായിട്ട് 3 കാര്യങ്ങൾ, അതായത് വൈഷ്ണവ കൾട്ടിന്റെ ഭാഗമായിട്ടുണ്ടായ ഒരു രൂപവും അതേപോലെ തന്നെ സംഭവമാണിത്. അപ്പൊ അതുകൊണ്ട് തന്നെ അർജുനൻ, അതായത് പാഞ്ചാലി, അവരുടെ ആ ഒരു പാണ്ഡവരുടെ കാര്യങ്ങള്. പക്ഷെ അതേപോലെ തന്നെ ഈ തമിഴ്നാടിനെ സംബന്ധിച്ചുള്ള ഒരു പ്രാധാന്യമുണ്ട്. അവിടെ ശൈവ വൈഷ്ണവ ഈ കൾട്ടുകൾ രണ്ടും സമ്മേളിച്ചിരുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, നിങ്ങളുടെ തൊട്ട് ബാക്കിൽ തന്നെ നന്ദികേശന്റെ പ്രതിമയാണ് കാണുന്നത്. അപ്പൊ ശിവ വർഷിപ്പിന്റെയും വിഷ്ണുവിനെ വർഷിപ്പ് ചെയ്തതിന്റെയും ഒരേ കാര്യം തന്നെ ഒന്നിച്ചു വരുന്ന ഒരു ക്ഷേത്രമാണ് ഇതെന്ന് പറയുന്നത്. അവിടെ നമുക്ക് നോക്കിയാൽ കാണാം, തുടക്കത്തിൽ മറ്റേ എന്താ പറയാ പാഞ്ചാലരുടെ ആ ഒരു ക്ഷേത്രമുണ്ട്, അതിന്റെ അപ്പുറത്ത് അർജുനന്റെ രഥമുണ്ട്. ഇവിടേക്ക് വരുമ്പോൾ ശൈവ കൾട്ടുണ്ട്, ശിവ രൂപവുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു മറ്റെന്താ പറയാ, ഈ ആധുനിക സംവിധാനങ്ങളോ മറ്റൊന്നും ഇല്ലാത്ത, അതായത് 5000 വർഷങ്ങൾക്ക് മുന്നേ കൊത്തിയെടുത്ത ഒരു സംഭവം. അത് ഗ്രേറ്റർ ഇന്ത്യ എന്നറിയപ്പെടുന്ന ഒരു കാലഘട്ടത്തിന്റെ ബാക്കിയായത്. നിങ്ങൾക്കറിയാം, ഗ്രേറ്റർ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കൾച്ചറും സംസ്കാരവും മതവും വിദേശ രാജ്യങ്ങളിലേക്ക് പ്രചരിച്ച ഒരു കാലത്തെയാണ് നമ്മൾ ഗ്രേറ്റർ ഇന്ത്യ എന്ന് പറയുന്നത്. അതായത് മാലി, സുമാത്ര, ബാലി ഇതേപോലുള്ള രാജ്യങ്ങളിലേക്ക് ഇവിടെ നിന്നുള്ള, അതായത് തമിഴ്നാട് ഭരിച്ചിരുന്ന മറ്റേ നമ്മുടെ കുലശേഖര ആ ഒരു രാജ്യത്തിന്റെ ഭരണാധികാരികളുടെ ശ്രമഫലമായിട്ട് ഈ ഹിന്ദുമതവും അതേപോലെ തന്നെ ഹിന്ദുമതത്തിന്റെ കൾട്ടും അതേപോലെ ഇവിടേക്കൊക്കെ പ്രചരിച്ചിരുന്നു. ആ ഒരു കാലഘട്ടത്തിന്റെ നിർമ്മിതിയാണ് നമുക്കിവിടെ കാണുന്നത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നും ഈ പ്രകൃതിയെയും അതേപോലെ തന്നെ ഈ കാലഘട്ടത്തിനെയും വെല്ലുവിളിച്ചുകൊണ്ട് നിലനിൽക്കുന്ന ഒരു സംഭവം. ഇതിന്റെ തമിഴ്നാട്ടിൽ കാണുന്ന ഒരു മറ്റേ എന്താ പറയുക, സ്കൾപ്ചറിന്റെ എല്ലാ രൂപങ്ങളും നമുക്കിവിടെ കാണാൻ പറ്റും. ഈ ഒരു ഗോപുരം കുത്തി ഉണ്ടാക്കുന്നത്, അതിലുണ്ടാക്കിയിരിക്കുന്ന രൂപങ്ങൾ, അവിടെ ഉണ്ടാക്കിയ മറ്റേ ദൈവികമായ പ്രതിമകൾ, ഇതെല്ലാം അതിന്റെ ഭാഗമാണ്. അപ്പോൾ ഒരു 5000-ത്തിലധികം വർഷം പ്രായമുള്ള ഒരു മഹത്തായ സംസ്കാരത്തിന്റെ പ്രതീകങ്ങളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്.
രാജ്യത്തിനകത്തും പുറത്തും നിന്നുമായി ഒട്ടേറെ പേരാണ് മഹാബലിപുരത്തെ കാഴ്ചകൾ കാണാൻ എത്തുന്നത്. കൂടുതൽ യാത്രാവിശേഷങ്ങളുമായി എയർ വൺ ട്രാവൽ വൈബിൽ വീണ്ടും